ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററാണ്, അല്ലെങ്കിൽ 555-ൻ്റെ മോണോസ്റ്റേബിൾ മോഡിലുള്ള അതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. മോണോസ്റ്റേബിളിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെയുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വയസി സ്റ്റേബിളാണ്. ക്വയസി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല. കുറച്ച് സമയം ആ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അതതിൻ്റെ ഒറിജിനൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പം നമുക്കൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള മോണോസ്റ്റേബിളിൻ്റെ ഔട്ട്പുട്ടിന് നമുക്കൊരു ട്രാൻസിഷൻ നടത്തണമെങ്കിൽ മോണോസ്റ്റേബിളിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സിഗ്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സിഗ്നലിനെ പറയുന്ന പേരാണ് ട്രിഗർ. അപ്പോൾ ട്രിഗർ പൾസ് കൊടുത്തിട്ട് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അതിനെ ക്വയസി സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ട്രിഗർ പൾസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം അത് ക്വയസി സ്റ്റേബിൾ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇരുന്നതിന് ശേഷം അതതിൻ്റെ ഒറിജിനൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പം സപ്പോസ് നിങ്ങളുടെ 555-ൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് ആദ്യം സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്ന 0 വോൾട്ടാണെന്ന് വിചാരിക്കുക. നിങ്ങളിതിലേക്ക് ഒരു ട്രിഗർ പൾസ് കൊടുക്കുകയാണ്. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുകയാണ്. ആ സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഹൈ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ക്വയസി സ്റ്റേബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ. കുറച്ച് സമയം ഹൈയിൽ നിന്നതിന് ശേഷം അടുത്ത പൾസ് കൊടുക്കേണ്ട ആവശ്യമില്ല, തനിയെ അത് തിരിച്ചതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. സോ നമുക്കിനി നോക്കാനുള്ളത് എങ്ങനെയാണ് 555 യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യുക, ഇതിൻ്റെ ത്രെഷോൾഡ് എന്ന് പറയുന്ന പിന്ന്, 6th പിന്ന്, അതേപോലെ തന്നെ ഡിസ്ചാർജ്, ഈ 2 പിന്നും കൂടെ എടുത്തിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യും. ഈ കോമ്പിനേഷനിലേക്ക് ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും RC. ഈ എൻഡ് നമ്മൾ അൺസ്റ്റേബിൾ ചെയ്ത പോലെ VCCയിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഇതിനെ മോണോസ്റ്റേബിളിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രിഗർ പൾസ് വേണം. സോ ട്രിഗർ എന്ന് പറയുന്ന ടെർമിനൽ ജസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് ട്രിഗർ. ഓക്കെ, ട്രിഗറിൽ വേറെ കണക്ഷനൊന്നുമില്ല. ഇതിന് ഇവിടെ കണക്ഷനുണ്ട്, ഇതൊക്കെ കണക്ഷനുണ്ട്, ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വരച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഒരു 555 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിനെ പവർ ചെയ്യുകയാണെങ്കിൽ നോർമലി 555-ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വോൾട്ടാണ്. 0 വോൾട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കലി 0. സോ ലോജിക്കലി 0 ആണ് എൻ്റെ 555-ൻ്റെ ഔട്ടെങ്കിൽ ഇതൊരു ഇൻവേർട്ടഡ് ബഫറാണ്. ഈ ഇൻവേർട്ടഡ് ബഫറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇൻവേർട്ടഡ് ബഫർ എന്ന് പറഞ്ഞാൽ ലോജിക്കലി ഇൻവേർഷൻ പെർഫോം ചെയ്യുന്ന സർക്യൂട്ട് തന്നെയാണ്. സോ ഇൻവേർട്ടർ ബഫറിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ 1 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് ആണ് എൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. ബേസിലേക്ക് ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്താവും? ഓൺ ആകും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒന്ന് ഈ കപ്പാസിറ്ററിന് പാരലായിട്ടാണ് ഞാൻ ഈ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ കപ്പാസിറ്ററിന് പാരലായിട്ട് ഒരു ട്രാൻസിസ്റ്റർ ഉള്ള പോലത്തെ ഒരു ഇഫക്റ്റാണ് ഇവിടെ ആക്ച്വലി വരിക. ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓണാണ്. ഓണായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എമിറ്ററും തമ്മിലൊരു കണക്ഷൻ, അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ട്രാൻസിസ്റ്റർ ഓണായി നിൽക്കുന്നിടത്തോളം സമയം ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ചാർജ് ചെയ്യില്ല. പകരം കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക? ഈ റെസിസ്റ്ററിൽ കൂടെ വന്ന് ഈ പാത്തിൽ കൂടെ കയറി ഇതിൽ കൂടെ വന്ന് ഈ ട്രാൻസിസ്റ്ററിൻ്റെ അകത്തൂടെ കയറി ഗ്രൗണ്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ചാർജ് ചെയ്യത്തില്ല. അപ്പോൾ കപ്പാസിറ്റർ ഒരിക്കലും ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും. ഈ 0 വോൾട്ടേജാണ് നമ്മൾ ഈ മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക?
നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ടേജ്, അതിന് ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് കണക്റ്റഡ് ആണ്, 2/3 VCC ആണ്. സോ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 എന്ന് പറയുന്ന, ലോജിക്കലി 0 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും. ഇനി നിങ്ങൾ താഴത്തെ കമ്പറേറ്റർ നോക്കിയാൽ, താഴത്തെ കമ്പറേറ്ററിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, 1/3 VCCയിൽ ഫിക്സ്ഡ് ആണ്. മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രിഗർ പൾസ് ആണ്. ഈ ട്രിഗർ, നിങ്ങൾ ട്രിഗർ സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഈ ട്രിഗറിലേക്ക് നമ്മൾ സാധാരണ ഗതിയിൽ കൊടുക്കാറ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ കൊടുത്തു വെക്കും. സാധാരണ ഗതിയിൽ ഒരു +5 വോൾട്ടാണ് കൊടുത്തു വെക്കുക. ഒരു 5 വോൾട്ട് നമ്മൾ കൊടുത്തു വെക്കും. ഈ 5 വോൾട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത് 1/3 VCCനെക്കാട്ടിലും കൂടുതലാണ്. അതായത് ഇതിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടും എന്താണ്? 0 ആണ്. സോ SR ലാച്ചിൻ്റെ എസ്സിലും ആറിലും 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു SR ലാച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ SRൽ 0 എന്ന് പറയുന്ന കണ്ടീഷനാണെങ്കിൽ SRൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നോ ചേഞ്ച് എന്ന് പറയുന്ന മോഡിലാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്താണോ അത് അതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യായിരിക്കും ചെയ്യുക. മുന്നേ ഉണ്ടായിരുന്ന എന്തായിരുന്നു? 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരുന്നു. സോ SR ലാച്ചിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനെ ഇൻവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് 0 വോൾട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ട്രിഗർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ 555ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വോൾട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും ചെയ്യുക. ഇനി ഞാൻ ഇതിലൊരു ട്രിഗർ കൊടുക്കുകയാണ്. ട്രിഗർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ട്രിഗർ സിഗ്നൽ കൊടുത്തു. ട്രിഗർ സിഗ്നൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഇവിടെ എൻ്റെ ട്രിഗർ പൾസ് എന്ന് പറയുന്നത് <1/3 VCC വരണം അല്ലേ? കാരണം എന്താ? ഇതിൻ്റെ മറ്റേ ടെർമിനലിൽ താഴത്തെ കമ്പറേറ്റർ ബിയുടെ അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1/3 VCC ആണ്. സോ ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ 1/3 VCCയുടെ വാല്യൂ കൂടണം. 1/3 VCCയുടെ വാല്യൂ എപ്പോഴാണ് കൂടുക? നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് <1/3 VCC ആകുന്ന സമയത്ത് അല്ലേ? ഇപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഞാൻ <1/3 VCC കൊടുക്കുകയാണെങ്കിൽ ഈ കമ്പറേറ്റർ ബിയുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഹൈ. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഹൈ ആണെങ്കിൽ ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 എന്ന് കിട്ടി. ഇനി താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇനീഷ്യലി 0 വോൾട്ടായിരുന്നു. ഈ 0 വോൾട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. 0 വോൾട്ട് തന്നെയാണ് ഇതിൻ്റെ 6th പിന്നിലേക്ക് വരുന്നത്. 6th പിന്നിൽ 0 വോൾട്ടാണ്. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എന്താണ്? ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 2/3 VCC ആണ്. സോ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് റീസെറ്റ് 0 സെറ്റ് 1. റീസെറ്റ് 0 സെറ്റ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേർട്ടഡ് വേർഷൻ സിഗ്നൽ എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതൊരു ഇൻവേർട്ടഡ് ബഫറാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയി. സോ നേരത്തെ 0 എന്ന് പറയുന്ന ലെവലിലുണ്ടായിരുന്ന 555 ICയുടെ ഔട്ട്പുട്ട് ഇപ്പം 1 എന്ന് പറയുന്ന ലെവലിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഇത് 1 ആയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന 0 വോൾട്ടാണ്. ഈ 0 വോൾട്ടാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരിക. സോ അത് എന്ത് ചെയ്യിക്കും? ഈ ട്രാൻസിസ്റ്ററിനെ ഓഫാക്കും. ഈ ട്രാൻസിസ്റ്റർ ഓഫായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ട്രാൻസിസ്റ്റർ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്ചാർജ് ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആദ്യം ഞാനൊരു ഇതിൻ്റെ ഒരു ചാർജിങ് പാത്തൊക്കെ കാണിച്ചിരുന്നു അല്ലേ? അത് ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഓഫായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പാത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ എങ്ങനെയാണ് ചാർജ് ചെയ്യുക? ത്രൂ R. ഈ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ നമ്മൾ ട്രിഗർ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് നമ്മൾ ട്രിഗർ കൊടുക്കുക. ഷോർട്ട് ഡ്യൂറേഷനിൽ ട്രിഗർ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ട്രിഗറിനെ ഹൈ ആക്കി വെക്കുന്നുണ്ട്. സോ എൻ്റെ ട്രിഗർ പൾസ് ഞാൻ വീണ്ടും ഹൈ ആക്കി വെച്ചു. ഹൈ ആക്കി വെച്ചാലും ഈ ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് നടന്നിട്ട് ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എപ്പോഴാണോ
2/3 വി സി സിനെക്കാട്ടിലും കൂടുന്നത്, ആ സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് 2/3 വി സി സി ആണ്. അപ്പോൾ അതിനെക്കാട്ടിലും കൂടിയൊരു വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് വരികയാണെങ്കിൽ ഈ കമ്പറേറ്ററിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ താഴത്തെ കമ്പറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ കമ്പറേറ്ററിൻ്റെ ഒരു ഇൻപുട്ട് 1/3 വി സി സിയിലാണ്, മറ്റേ ഇൻപുട്ട് +5 വോൾട്ടിലാണ്. സോ ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും. അതായത് അടുത്ത കേസിൽ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് 0 ആയി, റീസെറ്റ് എന്ന് പറയുന്നത് 1 ആയി. അപ്പോൾ സെറ്റ് 0 റീസെറ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആയി മാറി. അതായത് നിങ്ങളുടെ എസ് ആർ ലാച്ചിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ടഡ് ആണ്. സോ ഇത് 1 ആയി, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും 0 ആയി. അപ്പോൾ നേരത്തെ ഇത് ഹൈ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോയിരുന്നു, ഇപ്പോൾ വീണ്ടും അത് തിരിച്ച് തന്നെ 0 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തി. അതായത് ഇതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തി. ഇതാണ് ആക്ച്വലി 555ൻ്റെ മോണോസ്റ്റേബിളിൽ നടക്കുന്ന ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ 6ഉം 7ഉം പിന്നുകൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 0-യിലായിരിക്കും ഉണ്ടാകുക. ട്രിഗർ എന്ന് പറയുന്ന ടെർമിനലിൽ നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുത്തു വെക്കുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ട്രിഗറിനെ ഞാൻ 1/3 വി സി സിയുടെ താഴെ കൊണ്ടുവരികയാണ്. ട്രിഗറിലെ വോൾട്ടേജ് 1/3 വി സി സിക്ക് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് എൻ്റെ 555ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. ആ ചാർജിങ് ചെയ്ത് കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് 2/3 വി സി സി എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈയിൽ നിന്ന് 555ൻ്റെ ഔട്ട്പുട്ട് ലോ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതാണ് ആക്ച്വലി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ അകത്ത് നടക്കുക. സോ ആദ്യം എനിക്ക് 0 വോൾട്ട് എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ട് ടെർമിനലാണ്. എൻ്റെ ട്രിഗർ ആദ്യം ഞാൻ ഒരു +5 വോൾട്ടായിരുന്നു കൊടുത്തു വെച്ചിരുന്നത്. സെർട്ടൺ ഡ്യൂറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടേജ് 1/3 വി സി സിൻ്റെ താഴെ കൊണ്ടുവന്നു. പിന്നെ വീണ്ടും ഞാൻ +5 തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. സോ സപ്പോസ് ഈ ഒരു റേഞ്ച് 1/3 വി സി സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1/3 വി സി സിയുടെ താഴെ പോകുമ്പം എൻ്റെ മോണോസ്റ്റേബിൾ എൻ്റെ 555ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. പിന്നെ കുറച്ച് സമയം ഇത് ഹൈ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കും. പിന്നെ തന്നെ തിരിച്ച് അതിൻ്റെ 0 എന്ന് പറയുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സോ എത്ര സമയം ഇവിടെ ഹൈ ആയി നിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റെസിസ്റ്ററും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററും അതേപോലെ തന്നെ തൊട്ട് മുകളിലുണ്ടായിരുന്ന കപ്പാസിറ്ററുമാണ്. സോ ഈ ചാർജിങ് എത്ര സമയം ഇത് ഹൈ ആയി നിൽക്കുന്നു അതാണ് മോണോസ്റ്റേബിളിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിനെ തീരുമാനിക്കുന്ന കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആണ്. അത് 1.1 RC ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റ്. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ടൈം പീരീഡ് ക്വയസി സ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്.